ഈ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണവും അവരെ അധിക്ഷേപിക്കലും അതുപോലെ ഇല്ലാത്തവനോട് കാണിക്കുന്നൊരു സമീപനവും ഇല്ലാത്തവന് നിഷേധിക്കപ്പെടുന്ന നീതിയും ഇല്ലാത്തവൻ അനുഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചൊന്നും വലിയ ചർച്ചയില്ലെങ്കിലും ചില താത്വികമായ അവലോകനപരമായ ആശയപരമായ അണ്ടകടാഹപരമായ അത്യുജ്വലമായ അവിനാശകരമായ ചർച്ചകൾ അത് ഒരുപാട് നടക്കുന്നുണ്ട്. അത് പരിശോധിക്കാൻ ആളുകളുണ്ട്. ആണത്തം വേണം എന്ന് പറഞ്ഞാൽ ഉടനെ ആൺകോയ്മയുടെ അടയാളമായി മാറി. പണ്ട് ആണും പെണ്ണുമെന്നൊന്നും പറയുന്നതിനൊന്നും ഒരു പ്രയാസമില്ലായിരുന്നു. ഇപ്പോൾ പറയുമ്പം അങ്ങനെയായി. അയാൾ കണ്ടാൽ കഷണ്ടിയാണ് എന്ന് പറഞ്ഞു പോയാൽ അത് ബോഡി ഷെയ്മിങ് ആയി. കുടവയറനാണ് എന്ന് പറഞ്ഞു പോയാൽ ബോഡി ഷെയ്മിങ് ആയി. മീശയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു പോയാൽ ബോഡി ഷെയ്മിങ് ആയി. ഇങ്ങനെ ഒട്ടേറെ സംഗതികളുടെ കാലത്താണ്, എന്ന് പറഞ്ഞാൽ തോൽപുരന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ തോലുകഥകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഞാനിത് പറയാൻ കാരണം ഇന്ന് രാവിലെ ഒരു കാർഡ് കണ്ടു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ വി ഡി സതീശൻ സാറിനെതിരെയാണ് ആ കാർഡ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരുണ്ടാകാം, അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരെല്ലാം ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. പക്ഷേ സംഗതി എന്തുവാ? വംശീയതയല്ല റിവേഴ്സ് റെമിറ്റൻസിന് കാരണം. അതിഥി തൊഴിലാളികൾ പണം ചോർത്തുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനം. എന്താ സംഗതി? ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ എക്കോണമി ഡ്രെയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നിന്ന് ചോരുന്ന സമ്പത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമ്പത്തിൻ്റെയൊക്കെ കണക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്തെ റിസോഴ്സ് ഡ്രെയിനിങ്ങിനെ കുറിച്ച്, അതിൻ്റെ അപകടകരമായ സ്ഥിതികളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്വന്തം സമൂഹത്തെ ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ ബാക്കി പുറത്തുനിന്ന് വരുന്നവരെ എല്ലാം അടിച്ചു കൊല്ലുക, ഇല്ലാതാക്കുക എന്നല്ലല്ലോ അർത്ഥം. വീണ്ടും 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 പണി ചെയ്യാതെ കുഴിമടിയന്മാരായി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് വിട്ട് വെല്ലോൻ്റെയൊക്കെ തോളയിലും കയറി വെല്ല പണിയെടുക്കുന്നവൻ്റെയും പിന്നാലെ സൈക്കിളെടുത്ത് ചവിട്ടി അവനെ ഒക്കുന്നത് പോലെ വഴിയാധാരമാക്കിയിട്ടേ ഉറങ്ങത്തോളെന്നും പറഞ്ഞ് പാടുപെട്ട് അവസാനം സ്വന്തം നിലയിൽ വഴിയാധാരമായി, കടക്കണിയിലായി, കഷ്ടപ്പാടിലായി, കൈനീട്ടലായി, പിന്നീട് വീഡിയോ ചെയ്ത് ചികിത്സയായി, വീടായി ഒക്കെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നവരെ ഉണർത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വലിയ വംശീയതയായ ആളിക്കത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കാർഡുണ്ടാക്കി ചാമ്പോടെ ചാമ്പ്, ഇടലോടിടൽ. സത്യം പറഞ്ഞാൽ ഇത്തരം അർത്ഥശൂന്യമായ വിമർശനങ്ങളുടെ പൊരുതി നേടി എന്നുള്ളതാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജുകളിലൊന്ന്. ഇതിലെന്തോ ഒരു തെറ്റ്? ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് നമ്മുടെ ലൈബ്രറികളിൽ ലഭ്യമാണ്. അതായത് റിസോഴ്സ് ഡ്രെയിനിങ്, റിസോഴ്സ് ഫില്ലിങ്, ഇൻവേർഡ് എക്കോണമി, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് രേഖകളും സംഗതികളും ഒക്കെ ലഭ്യമാണ്. ഇതൊന്നും ഈ രാജ്യത്ത് മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും എല്ലാ രാജ്യത്തും ഇതിനെ സംബന്ധിക്കുന്ന ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊന്ന് പറഞ്ഞു പോയതുകൊണ്ട് അത് വലിയ വംശീയതയുടെ പ്രശ്നമായി, അതിൻ്റെ അപ്പുറത്തെ പ്രശ്നമായി. എന്തോ അടേഹേ, എന്തൊരു നാടാ! ഈ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനൊക്കെ വല്ലതും കിട്ടുന്ന പണിക്ക് പോവും, എന്തെങ്കിലും ജോലി അല്ലെ അവരോട് നീതി കാണിക്ക്. ഈ പറയുന്ന വംശീയതയൊക്കെ പറയുന്നവർ രഹസ്യമായും ഒളിഞ്ഞുമൊക്കെ ഈ പാവപ്പെട്ട പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തി, നമ്മൾ സാറിന് പറയാറില്ലേ, സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ അമ്മക്കരച്ചിൽ കരയുന്നവർ ഒരു നല്ലൊരു ശതമാനം പേരും ഈ അമ്മമാരെ തിരിഞ്ഞു നോക്കാതെ കഷ്ടപ്പെടുത്തി അവസാനം അവർ മരിച്ചു കഴിഞ്ഞാണ് മാതൃദിനത്തിൽ അമ്മയെ ഓർത്ത് നവദ്വാരങ്ങളിലൂടെ ഒക്കെ അതിൻ്റെ വികാരപ്രകടനങ്ങളൊക്കെ നടത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് കാട്ടുകള്ളന്മാരുള്ള സമൂഹത്തിലാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. അർത്ഥശൂന്യമായ അത്തരം ചർച്ചകൾ കേട്ടപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഉപകാരമുള്ള ചർച്ചകൾ നടത്തുക, അതല്ലേ ഗുണകരമാകുക.